ഒരുപാട് സന്തോഷത്തോടെ ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നു. നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നല്ലൊരു വചനമാണ് നിങ്ങളോട് പ്രസംഗിക്കുവാനായി ഞാൻ മനസ്സിൽ കരുതിയിരിക്കുന്നത്, മനസ്സിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതിനു മുമ്പ് ആ വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമ്പോൾ, യേശു എന്നെ നന്നായി അറിയുന്നവനാണെന്ന്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് പോലും എന്നെ നന്നായിട്ട് അറിയണമെന്നില്ല. ചിലരോട് പറയില്ലേ, നീ എന്നാലും മനസ്സിലാക്കിയില്ലല്ലോ, ഇത്രയും വർഷമായി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് നിനക്ക് ശരിക്കും മനസ്സിലാകുന്നില്ല എന്നെ. എനിക്ക് ഭയങ്കര ദുഃഖമുണ്ട്. എത്ര ഒരുമിച്ചായിരുന്നെന്ന് പറഞ്ഞാലും ചിലർക്കൊന്നും ചിലരെ ഒട്ടും പിടികിട്ടത്തില്ല. പക്ഷേ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. തീ കത്തുമ്പോൾ പുകയും തീയും ഒക്കെ എല്ലാവരും കാണും, പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. തീക്കകത്തിരിക്കുന്ന വിറക് അതിങ്ങനെ നിന്ന് കത്ത് കാണും. ഇതുപോലെ ചില ജീവിതങ്ങൾ ചിലതൊക്കെ ആലോചിച്ച് തീക്കകത്തിരിക്കുന്ന വിറകും പോലെയാണ്. അതിങ്ങനെ കത്തി 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 പോവാണ്. എല്ലാവരും വെളിച്ചവും പുകയൊക്കെ കാണും, അതൊക്കെ എല്ലാവരും കണ്ടു വേഗം പോകും. പക്ഷെ അനുഭവിക്കുന്നവർക്കല്ലേ അതിൻ്റെ ആഴം അറിയത്തുള്ളൂ. ഞാൻ ദൈവവചനം ഒരുങ്ങുന്ന സമയത്ത് ഒരാൾ വന്ന് പറഞ്ഞു, ഒരാള് അർജന്റായിട്ട് കാണാൻ വന്നിട്ടുണ്ട്, ഒന്ന് താഴേക്ക് വരാവോ എന്ന് ചോദിച്ചു. ഞാൻ വേഗത്തിൽ താഴെ ചെന്നു, അവരുടെ വാക്കുകൾ കേട്ടു. പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു പ്രസംഗിക്കാനുള്ളൊരു വിഷയം കിട്ടി. ആ വ്യക്തിയുടെ വിഷയമല്ല, എൻ്റെ മനസ്സിൽ എനിക്ക് ദൈവം തന്നൊരു കാര്യം ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു. ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഞാനത് പറഞ്ഞു. നമ്മുടെ ജീവിതം ശരിക്കും പരിശോധിക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതമല്ല, എൻ്റെ ജീവിതം ഞാൻ പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നും, എൻ്റെ ജീവിതം ഒരു കൈക്കലത്തുണി പോലത്തെ ജീവിതമാണല്ലോ എന്നൊക്കെ. എന്താണ് നമ്മുടെ വീടുകളിൽ ഇന്ന് ചിലപ്പോൾ ഉണ്ടാകത്തില്ല, എന്നാലും അറിയായിരിക്കും. എന്താ പേര്? കൈക്കലത്തുണി. അതിന്റെ പേര് തന്നെ ഒരു ഭംഗിയില്ല. എന്താണ് അതിന്റെ പേര്? കൈക്കലത്തുണി. കൈക്കലത്തുണി ഗസ്റ്റിന് കൊടുക്കുന്ന തുണിയല്ല, ഭക്ഷണം കഴിച്ച് മുഖം തോക്കാൻ തുടയ്ക്കുന്ന തുണിയല്ല. പിന്നെയോ, അത് അടുക്കളയിലെ പാത്രങ്ങൾ, ഗ്യാസിന്റെയോ തീയുടെയോ മുകളിലിരിക്കുന്ന ചൂടുള്ള പാത്രങ്ങളെ നമ്മുടെ കൈ പൊള്ളാതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന കരി പറ്റിയ, ചുളിവുകളുള്ള, ദുർഗന്ധമുള്ള, ഭംഗിയില്ലാത്ത ഏതോ വസ്ത്രത്തിൽ നിന്ന് കീറിയെടുത്തൊരു ഭാഗമാണ് നമ്മൾ അതിനിട്ട പേര് കൈക്കലത്തുണി എന്നാണ്. പക്ഷെ എന്റെ മനസ്സിൽ വന്ന കാര്യം പറയാം, കൈക്കലത്തുണിയാണേലും അതിനെ കൊണ്ടുപോലും ചില ആവശ്യങ്ങളുണ്ട് നമുക്ക്, ഇല്ലേ? നമ്മുടെ വീട്ടിലൊരു പാത്രം അടുപ്പേന്ന് എടുക്കണമെങ്കിൽ അലുമാരി പോയി നല്ല ഡ്രസ്സ് എടുത്തുകൊണ്ട് വരത്തില്ല. എവിടെയാ കൈക്കലത്തുണി എന്നാ നോക്കുന്നത്. മോശം തുണി എവിടെയാ? മോശം തുണി കൊണ്ട് പോലും പ്രയോജനമുണ്ട് ചിലപ്പോൾ. മോശം തുണികൾ കൊണ്ട് ചിലപ്പോൾ അത് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമാണ്, നമ്മൾ ചിലപ്പോൾ ചിന്തിക്കില്ലേ, ഞാൻ പ്രാർത്ഥിച്ചാൽ എന്നാ നടക്കും, എന്തേലും നടക്കുമോ, ഞാനൊരു കൊള്ളാത്തവനല്ലേ? നിന്നെയും ദൈവം പ്രയോജനപ്പെടുത്തും. ചില ആളുകൾ, ഞാൻ കേട്ട ഒരു ഡയലോഗുണ്ട്, അയാൾ ആരാ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ? അയാൾ എന്നാ വിശുദ്ധനായത്? അയാൾ എന്നാ വലിയ പുണ്യാളനായത്? അയാളെ മാർപ്പാപ്പയാണോ? അയാൾ വലിയ പുള്ളിയാണല്ലോ. നമ്മൾ പറയും, അയാളുടെ പഴയകാലമൊക്കെ എനിക്കറിയാം, അയാൾ ആരാന്നൊക്കെ എനിക്കറിയാം. ഇന്ന് ഭക്തിമാർഗത്തിൽ പോവുക. നമ്മൾ ചിലരെ ഇങ്ങനെ വിധിക്കത്തില്ലേ, പരിഹസിക്കത്തില്ലേ? അയാൾക്കെന്നാ പ്രാർത്ഥിക്കാൻ യോഗ്യത? അയാൾ ഇന്നലെയൊക്കെ അയാൾ ആരായിരുന്നു? അയാൾ അനുദപിച്ചതും കണ്ണുനീരൊഴുക്കിയതും ആരും കണ്ടിട്ടുണ്ടാകില്ല. അയാൾ ചെയ്ത തെറ്റിനെ ഓർത്ത് അയാൾ പല പ്രാവശ്യം അനുദപിച്ചിട്ടുണ്ടാകും. എല്ലാം തികഞ്ഞ ആരാ ഉള്ളേ?
എല്ലാം തികഞ്ഞ് പെർഫെക്റ്റായ ആരാ നേരെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആരാ ഉള്ളത്? ആരുമില്ല. ഞാനും നിങ്ങളും പാപികളാണ്. സത്യം പറഞ്ഞാൽ വെറും കൈക്കല തുണിയാണ്. വെറും കൈക്കല തുണിയാണ്. ദേഷ്യം വരുമ്പോൾ ചീത്ത പറയുന്ന, ഇഷ്ടക്കേട് വരുമ്പോൾ വായു വരുന്നത് വിളിച്ചു പറയുന്ന, പ്രതികരിക്കുന്ന സാധാരണ പച്ച മനുഷ്യരാണ് നമ്മൾ. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, നമ്മളെ കൊണ്ടുപോലും ദൈവം വലിയ കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തും. ആമേൻ. ഞാൻ കൈക്കലത്തുണി പോലെ ആണേലും പേടിക്കണ്ട, ദൈവത്തിന് നിന്നെ നന്നായിട്ടറിയാം. ഹല്ലേലൂയ. ഒരു വചനം വായിക്കുവാണ്. പ്രഭാഷകന്റെ പുസ്തകം 11-ാം അധ്യായം 12-13 വാക്യങ്ങളാണ്. ഇത് മറക്കാതെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കാൻ കഴിയട്ടെ. പ്രഭാഷകന്റെ പുസ്തകം 11-ാം അധ്യായം 12-ാമത്തെ വാക്യം ഒന്ന് കേൾക്കുവാണ്, വായിക്കുക. വേറെ ചിലർ എഴുതിയിരിക്കുകയാണ്, ചിലർ മന്ദഗതിക്കാരും. എഴുതിയിരിക്കുവാണ്, ചിലർ മന്ദഗതിക്കാരും. വെരി സ്ലോ, അവർ സ്ലോ ആണ്. മന്ദഗതിക്കാരും, ബലഹീനരും, കഴിവില്ലാത്തവരും, സഹായാർത്ഥികളും, അതീവ ദരിദ്രരുമാണ്. ഇത്ര എഴുതിയിരിക്കുന്നു. 4 പ്രത്യേകത എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്നൊന്നും കൂടെ എണ്ണുവാണ്. ഒന്നാമത്തെ പ്രത്യേകതയാണ് മന്ദഗതിക്കാർ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം സ്ലോ ആണ്, ഒരു സ്പീഡും ഇല്ല. നമ്മൾ അങ്ങനെയുള്ളവരെ നോക്കി, വെറും ഉഴപ്പനാണ്, വെറും സ്ലോ ആണ് പുള്ളി ഒരു കാര്യം ഏൽപ്പിച്ച നാളെ അത് ചെയ്യത്തുള്ളൂ. ചിലർ മന്ദഗതിക്കാരും. അങ്ങനെയുള്ളവരെ പലരും വഴക്കു പറയും, പലരും ഒഴിവാക്കും, പലരും താഴ്ത്തിക്കെട്ടും. ചിലർ മന്ദഗതിക്കാരും, ബലഹീനർ എന്ന് പറഞ്ഞാൽ അശുവാണ്. സാധാരണ പച്ചമല അശുവാണ്, ഒരു പാവം പിടിച്ചവൻ. വേറെ ചിലര് പറയും ഒരു കഴിവില്ലാത്തവനാണ്, എന്തോ കുഴപ്പമുണ്ട്, വലിയ ബുദ്ധിയൊന്നും ഇല്ല. ബലഹീനരാണ്, കഴിവില്ലാത്തവരുമാണ്. പിന്നെയോ സഹായാർത്ഥികളും. അവർക്ക് വേറൊരാളുടെ സഹായം ഉണ്ടാലേ രക്ഷപ്പെടത്തുള്ളൂ. ഒറ്റയ്ക്ക് കയറിപ്പോവാൻ കഴിവില്ല. ഒറ്റയ്ക്ക് രക്ഷപ്പെടാനുള്ള കഴിവും സാമർഥ്യമൊന്നും അവരിലില്ല. എന്നാൽ അടുത്ത വാക്യം, അടുത്തൊന്നും കൂടെ വായിച്ചേ. ചിലർ അതീവ ദരിദ്രരുമാണ്. അവർ ദരിദ്രരെന്നല്ല, അതീവ ദരിദ്രരുമാണ്. ഒന്നാമത് പാവം പിടിച്ച ആൾക്കാരാണ്, പാവപ്പെട്ടവരുമാണ്, പോരാത്തതിന് മന്ദഗതിക്കാരുമാണ്. പിന്നെയോ ബലഹീനരാണ്, പലരുടെ സഹായം കൊണ്ട് ജീവിക്കുന്നവരുമാണ്, അതീവ ദരിദ്രരുമാണ്. പക്ഷെ അടുത്ത വാക്യം എഴുതിയിരിക്കുന്ന നോക്ക്, ഇങ്ങനെയാണ്. എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്നാലും കർത്താവ് അവരെ കടാക്ഷിച്ച് ദയനീയ അവസ്ഥയിൽ നിന്ന് ഉയർത്തുന്നു. അവസാനത്തെ വാക്ക് ഉയർത്തുന്നു. അതിനിപ്പുറത്തെ വാക്ക് ദയനീയ. അപ്പൊ സിറ്റുവേഷൻ ഏതാ? നമ്മൾ പറയില്ലേ സഹതാപം, പാവം, കഷ്ടം. നമ്മൾ പറയില്ല അയ്യോ അവരുടെ വീടൊക്കെ ഭയങ്കര കഷ്ടമാകട്ടോ, ഓ അവരുടെ പിള്ളേരുടെ കാര്യം കഷ്ടമാ, കട്ടപ്പുകയാ, കഷ്ടം. പക്ഷെ ഇങ്ങനെയൊക്കെ ആണേലും ദൈവം അവരെ കടാക്ഷിച്ച് അവരുടെ ദയനീയ അവസ്ഥയിൽ നിന്ന് ഉയർത്തുന്നു. അത് ഇന്ന് നടക്കണം. അതെന്റെ ജീവിതത്തിൽ നടക്കണം, ഈ അവസ്ഥയിലുള്ള പലരുടെയും ജീവിതത്തിൽ നടക്കണം. ഏതവസ്ഥയെന്നാ? ദയനീയ അവസ്ഥ. ഒത്തിരി പേരുടെ അവസ്ഥ അങ്ങനെയാ, ദയനീയ അവസ്ഥയാ. രോഗം കൊണ്ടും സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടും ദയനീയ അവസ്ഥ. അവിടെ എഴുതിയിരിക്കും ദയനീയ അവസ്ഥയിൽ തുടരുന്നു എന്നാണോ ഉയർത്തുന്നു എന്നാണോ? നോക്കിക്കേ, ഉയർത്തുന്നു. ദയനീയ അവസ്ഥയിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് വേദപുസ്തകം പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നും കൂടെ ആ വാക്യം വായിക്കേ. വേറെ ചിലർ മന്ദഗതിക്കാരും ബലഹീനരും സഹായാർത്ഥികളും. സഹായം കിട്ടേണ്ടവരും പാവം പിടിച്ചവരും അതീവ ദരിദ്രരുമാണ്, വെറും പാവപ്പെട്ടവരാണ്. എന്നാൽ ഇതിനകത്ത് വീടില്ലാത്തവരില്ലേ? ചോർന്നൊലിക്കുന്ന വീടുള്ളവർ ഇതിനകത്തില്ലേ? നല്ലൊരു കട്ടിൽ വീട്ടിലില്ലാത്തവരില്ലേ? നല്ലൊരു മേശയില്ലാത്തവരില്ലേ? സൗകര്യമുള്ളൊരു മുറിയില്ലാത്തവരില്ലേ? നല്ലൊരു ടോയ്ലറ്റ് പോലും ഇല്ലാത്തവർ ഇന്നുമുണ്ട്. നല്ലൊരു വീട്ടിൽ ഒരാൾ വന്നാൽ കിടക്കാൻ കൊടുക്കാൻ ഒരു റൂം കൊടുക്കാനില്ല, ഒരു സൗകര്യത്തിന് ഇരിക്കാൻ കസേരയില്ലാത്തവർ ഇന്നുമുണ്ട്.
ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഭവനത്തിൽ താമസിക്കുന്നവരില്ലേ? ഉണ്ട്. അതീവ ദരിദ്രരുമാണ്. എന്നാൽ അടുത്ത വാക്യം എന്നോട് നിങ്ങളോട് വാ. എന്നാൽ കർത്താവ് അവരെ കടാക്ഷിച്ച്, ആ ഒരു വാക്ക് കടാക്ഷിക്കുക. പ്രാർത്ഥിക്കുന്ന നിന്നെ ദൈവം കടാക്ഷിക്കും. വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കുന്ന നിന്നെ കണ്ടിട്ടും കാണാത്ത പോലെ ദൈവം കടന്നു പോകില്ല. ആരാധിക്കുന്ന നിന്നെ, പ്രാർത്ഥിക്കുന്ന എന്നെ, എന്റെ കുടുംബത്തെ ദൈവം കടാക്ഷിക്കുന്ന ദിവസമാണ്. എന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം കടാക്ഷിച്ച് ദയനീയ അവസ്ഥയിൽ നിന്ന്. ആ വാക്കിന് നമ്മുടെ എല്ലാം പലരുടെയും ജീവിതമായിട്ട് ബന്ധമുണ്ട്. ദയനീയ അവസ്ഥ. ആ കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമല്ലേ ആയുള്ളൂ, എന്തോ ഒരു കഷ്ടമാ. ദയനീയ അവസ്ഥയാണ്. ആ രാജ്യത്ത് പഠിക്കാൻ പോയിട്ട് ഇപ്പൊ PR കിട്ടുന്നില്ല, തിരിച്ചു പോരേണ്ട ഒരു അവസ്ഥ, ഒരു ദയനീയ അവസ്ഥയാ. പക്ഷേ ദൈവത്തിലാണോ നീ ആശ്രയിക്കുന്നത്? ദൈവവചനം നിങ്ങളെ നോക്കി ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ദയനീയ അവസ്ഥയിൽ നിന്ന് ഉയർത്തുന്നു. ഹല്ലേലൂയ. ചിലര് പറയും എന്റെ വീട്ടിൽ എന്നും വഴക്കാണ്, സമാധാനം എന്നൊന്നില്ല. അതിന്റെ പേരാണ് ദയനീയ അവസ്ഥ. എനിക്കൊരു ദയനീയ അവസ്ഥയുണ്ടായിരുന്നു. എനിക്ക് ഒരു ദയനീയ അവസ്ഥയുണ്ടായിരുന്നു. എത്രയോ പേര് അയ്യോപാവും പറഞ്ഞിട്ടുണ്ട്. ദയനീയ അവസ്ഥ എനിക്കുണ്ടായി. അധ്യാപകർ പറഞ്ഞിട്ടുണ്ട് എന്നെക്കുറിച്ച് ദയനീയ അവസ്ഥ. കുടുംബക്കാർ പറഞ്ഞിട്ടുണ്ട് കഷ്ടം. പ്രിയപ്പെട്ട അധികാരികൾ, സെമിനാരിയിൽ പഠിക്കുമ്പോൾ വൈദികർ, മൂത്ത സഹോദരങ്ങൾ, പിതാക്കന്മാർ പറഞ്ഞു കഷ്ടമാകട്ടോ നിന്റെ കാര്യം. നിന്റെ കാര്യം നീ രക്ഷപ്പെടുമെന്ന് വിചാരിക്കാൻ പറ്റുന്നില്ല. നിന്റെ കാര്യം എങ്ങനെയാ? നീ എങ്ങനെ ജീവിക്കും? നീ എങ്ങനെ പോയി എങ്ങനെ വിജയിക്കും? പക്ഷെ ഒരു ദൈവം നിന്നോട് പറഞ്ഞ് എങ്ങനെ ജീവിക്കും? നിന്റെ കാര്യം കട്ടപ്പോകയാന്നല്ല ദൈവം പറഞ്ഞത്. നിന്റെ കാര്യം കഷ്ടമാന്നല്ല, നിന്റെ കാര്യം കഷ്ടമാണേലും ആ ദയനീയ അവസ്ഥയിൽ നിന്ന് നിന്നെ ദൈവം ഉയർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വിശ്വസിക്കുന്നവർ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഏതവസ്ഥയാണ്? ഇന്ന് ദയനീയ അവസ്ഥയാണ്. ദയനീയ അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ അറിയത്തില്ല, എന്റെ ദയനീയ അവസ്ഥ പലതും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഭയങ്കര ദയനീയ അവസ്ഥയാണ്. അതൊക്കെ ആർക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കുന്നത്, താഴ്ത്തിക്കെട്ടുന്നത് ഭയങ്കര ദയനീയ അവസ്ഥയാണ്. നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം? നീ ശരിയാകത്തില്ല, നിനക്കതിന് എന്തേലും ഒരു കഴിവുണ്ടോ? ഇതൊക്കെ നമ്മൾക്ക് ഭയങ്കര മാനസിക വേദന തരുന്നതാണ്. അടുപ്പിനകത്തിരിക്കുന്ന വിറക് കത്തുന്ന പോലെയാ നമ്മുടെയൊക്കെ പലരുടെയും അവസ്ഥ. ദയനീയ അവസ്ഥയാ. ആരോട് പറയാൻ? എന്റെ ദയനീയ അവസ്ഥ വേറെ ആരോടെങ്കിലും പറഞ്ഞ അവരാ നാട്ടിൽ പോയി, ടൗണിൽ പോയി, ആ ബാർബർ ഷോപ്പിൽ ഇരുന്ന്, ആ ഇറച്ചിക്കടയുടെ മുമ്പിൽ ഇരുന്ന്, അവരാ കല്യാണ വീട്ടിൽ ഇരുന്ന് കൈകൊട്ടിച്ചിരിക്കും. പലരുടെയും ദയനീയ അവസ്ഥ നാട്ടിൽ പാട്ടാണ്. അവര് കല്യാണ വീട്ടിലിരുന്ന് അപ്പുറത്തും ഇപ്പുറത്തും ചിരിക്കുന്നത് നമ്മുടെ ദയനീയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ്. ബാർബർ ഷോപ്പിലിരുന്ന് തലമുടി വെട്ടാൻ ചെന്ന 2 സുഹൃത്തുക്കൾ വേറൊരാളുടെ കാര്യം പറഞ്ഞ് ചിരിക്കുവാണ്. അത് വേറൊരാളുടെ ദയനീയ അവസ്ഥയാണ്. പക്ഷെ ദയനീയ അവസ്ഥയിൽ എന്നെ പരിഹസിക്കുന്ന ദൈവത്തെ അല്ല ആരാധിക്കുന്നത്, ആ അവസ്ഥയിൽ നിന്ന് എന്നെ ഉയർത്തുന്ന ദൈവത്തെയാണ്. ഞാൻ കഴിഞ്ഞ ഈ വചനമൊക്കെ വായിച്ചപ്പോഴേ, ഈ വചനം വായിച്ചപ്പോൾ ഞാൻ എൻ്റെ കുറെ ദയനീയ അവസ്ഥകളെ ഞാൻ ഓർത്തു. സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഇതുപോലെ ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ എന്നെ ദൈവം നിർത്തൂന്ന്, അല്ലെ ഇങ്ങനെ ഒരു നിൽക്കാൻ പറ്റൂന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല. എനിക്ക് പല കാര്യങ്ങളിലും പല കുറവുകൾ ഉണ്ടായിട്ടുണ്ട്, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. എന്നെ പഠിപ്പിച്ചവർ പറഞ്ഞിട്ടുണ്ട്, നീ രക്ഷപ്പെടത്തില്ല കേട്ടോ, ഇങ്ങനെ പോയാൽ രക്ഷപ്പെടുകയില്ല കേട്ടോ, മുന്നോട്ട് വിടാൻ പറ്റത്തില്ല കേട്ടോ. അതൊക്കെ ചാട്ടുളി പോലെ തറഞ്ഞു കയറുന്ന വാക്കുകളാണ്. എനിക്ക് ഇന്ന് കുറച്ചെങ്കിലുമൊക്കെ, കുറച്ച് വളരെ ഒരു ശതമാനം ഇച്ചിരിയൊക്കെ പാടും, കുറച്ചൊക്കെ പ്രസംഗിക്കും. ഇച്ചിരിയൊക്കെ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കാൻ പറ്റുന്നില്ലേ? അരമണിക്കൂറൊക്കെ പ്രസംഗിക്കാൻ പറ്റും, ഒരു ശുശ്രൂഷ നടത്താൻ പറ്റും. സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെയൊക്കെ പറ്റുമെന്ന്. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ എനിക്ക് പറ്റുമോ? ആരും സപ്പോർട്ട് ചെയ്തിരുന്നില്ല.
പക്ഷെ ബൈബിളിലെ ദൈവം പറയുക, നിന്നെ ആരും സപ്പോർട്ട് ചെയ്തില്ലേലും ദൈവം നിന്നെ സപ്പോർട്ട് ചെയ്ത് ആ ദയനീയ അവസ്ഥയിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം നിന്നെ ഉയർത്തും. ആരും നിന്നെ ഉയർത്താനായി ഒരു അണിവിരൽ പോലും ചലിപ്പിച്ചില്ലേലും. സത്യമാണോ? ഈ വിരലിന്റെ പേരാണെന്ത്? അണിവിരൽ. ഈ അണിവിരൽ പോലും ചിലപ്പോൾ നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആരും പ്രയോജനപ്പെടുത്തില്ല, മടക്കി വെക്കും. ഈ വിരല് പോലും ചലിപ്പിച്ചില്ലേലും ദൈവത്തിന്റെ വിജയകരമായ വലത്തു കൈകൊണ്ട് ആ ദൈവം നിന്നെ ആ ദയനീയ അവസ്ഥയിൽ നിന്ന് ഉയർത്തും. ഏതവസ്ഥയിൽ നിന്ന്? ദയനീയ അവസ്ഥയിൽ നിന്ന് ഉയർത്തും. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് പലർക്കും ഇത് പിടികിട്ടിയില്ലെന്ന് തോന്നുന്നു. ഇത് നിങ്ങൾക്ക് പിടികിട്ടുന്നു, ഇത് മനസ്സിലാകുന്നോ? ഇത് ദൈവത്തിന്റെ വാക്കാണ്. ഏതു ദയനീയ അവസ്ഥയിലും, ഞാൻ ഇന്നലെ പറഞ്ഞൊരു വാക്ക് ഒരിക്കൽ കൂടി ആവർത്തിക്കാം, നിന്റെ പ്ലാനും പദ്ധതിയും പൊളിഞ്ഞാലും പൊളിഞ്ഞു പോകാത്തൊരു പദ്ധതി ദൈവത്തിന് എന്നെ കുറിച്ചുണ്ട്. ദൈവത്തിന്റെ പദ്ധതി ഒരിക്കലും പറയില്ല അത് പൊട്ടിപ്പോയി പൊളിഞ്ഞുപോയി എന്ന് പറയില്ല. എന്റെ 100 പദ്ധതികളും 1000 പദ്ധതികളും പൊട്ടിപ്പൊളിഞ്ഞു പോയാലും ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള ഒരു പദ്ധതി പോലും തകർന്നു പോകുകയോ പരാജയപ്പെടുകയോ ചെയ്യുകയില്ല. നിന്നെ ദയനീയ അവസ്ഥയിൽ നിന്ന് ആ വാക്ക്, അടുത്ത വാക്ക് ഉറക്കെ പറഞ്ഞ് ഉയർത്തും. ഓ, എന്റെ ജീവിത പങ്കാളി മദ്യപാനിയാണല്ലോ, എന്റെ മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ലല്ലോ, എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ വളരെ കഷ്ടമാണല്ലോ. ആ അവസ്ഥയിൽ നിന്ന് നിന്നെ ഉയർത്തുന്ന ദൈവം എന്ന് പറയുന്നത്. ആ അവസ്ഥയിൽ നിന്ന് ദൈവം നിന്നെ ഉയർത്തും. തീർന്നില്ല, അടുത്തൊരു വാക്യം കൂടെ എഴുതിയിട്ടുണ്ട്, അനേകരെ. അത് ശ്രദ്ധിക്കണം കേട്ടോ. അനേകരെ വിസ്മയിപ്പിക്കുമാറ് അവിടുന്ന് അവർക്ക് മാന്യസ്ഥാനം. ആർക്ക്? നമ്മൾ അവരെ കുറിച്ചൊരു മന്ദബുദ്ധികളാണ്, പിന്നെ മന്ദഗതിക്കാരാണ്, ബലഹീനനാണ്, അവർക്ക് സഹായം ആവശ്യമുണ്ട്, ദരിദ്രരാന്ന് പറയുന്നവരെ പലരും വിസ്മയിക്കുന്ന വിധത്തിൽ അവർക്കു ഞാൻ മാന്യസ്ഥാനം കൽപ്പിക്കും. പിതാക്കന്മാരുടെ അനുഗ്രഹം അവർക്ക് ലഭിക്കും. പിതാക്കന്മാരുടെ അനുഗ്രഹം അവരുടെ മേൽ വരും. നിനക്കൊരു പ്രാർത്ഥന കിട്ടുന്നത് നിസ്സാരമായി കാണണ്ട. പിതാക്കന്മാരുടെ അനുഗ്രഹം നിനക്ക് വരുന്നത് നിസ്സാരമായി കാണണ്ട. അത് നിനക്ക് മാന്യമായൊരു സ്ഥാനം നൽകും. ഇനി അത് രണ്ടും കൂടി ഒന്ന് ഒരുമിച്ച് വായിച്ചേ. ചിലർ മന്ദഗതിക്കാരും ബലഹീനരും സഹായാർത്ഥികളും അതീവ ദരിദ്രരും, പിന്നെ പോരാത്തിന് അതീവ ദരിദ്രരുമാണ്. എന്നാൽ കർത്താവ് അവരെ കടാക്ഷിച്ച് ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ അനുകൂലത, ദൈവത്തിന്റെ ഫേവർ, അതാ ദൈവത്തിന്റെ കടാക്ഷം. നമ്മൾ പറയില്ലേ, നിനക്ക് ദാരിദ്ര്യമാണേലും പേടിക്കണ്ട, നിന്റെ മേൽ ദൈവത്തിന്റെ ഒരു കടാക്ഷം ഉണ്ട് കേട്ടോ. അത് മതി ഞാൻ രക്ഷപ്പെടാൻ. എനിക്ക് 1000 പേരുടെ കൈയടിയേക്കാൾ വലുത് ദൈവത്തിന്റെ കടാക്ഷമാണ്. ദൈവത്തിന്റെ കടാക്ഷം, ദൈവത്തിന്റെ ഫേവർ, ദ ഫേവർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഫേവർ. ഹല്ലേലൂയ. അതാണ് ജോസഫിനുണ്ടായിരുന്നത്, അതാണ് എസ്തേറിനുണ്ടായിരുന്നത്, അതാണ് റൂത്തിനുണ്ടായിരുന്നത്. ദൈവത്തിന്റെ ഫേവർ. അതാണ് ദാവീദിനുണ്ടായിരുന്നത്. ദാവീദിന് ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ എന്താ എന്റെ മലയാള വാക്ക്, അനുകൂലത എന്നൊക്കെ പറയാം. ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ എഴുതിയിട്ടുണ്ട്, ദൈവത്തിന്റെ കടാക്ഷം, ദൈവത്തിന്റെ നിങ്ങളൊന്ന് കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പറഞ്ഞ്, ഈ വചനത്തിൽ പറയുന്ന കടാക്ഷം എന്റെ മേലും എന്റെ കുടുംബത്തിന്റെ മേലും ഇന്നുണ്ടാകണമേ. ഈ കടാക്ഷം ഇന്ന് എന്റെ മേലും എന്റെ കുടുംബത്തിന്റെ മേലും ഉണ്ടാകണമേ. ഈ കടാക്ഷം എന്റെ തലമുറകളുടെ മേൽ ഉണ്ടാകണമേ. ഈ കടാക്ഷം എന്റെ സാമ്പത്തികത്തിന്റെ മേൽ ഉണ്ടാകണമേ. ഈ കടാക്ഷം എന്റെ ബുദ്ധിമണ്ഡലത്തിൽ ഉണ്ടാകണമേ. ഈ കടാക്ഷം ഈ ശുശ്രൂഷയുടെ മേൽ ഉണ്ടാകണമേ. എനിക്ക് വേറൊന്നും വേണ്ട കർത്താവേ, അങ്ങയുടെ കടാക്ഷം. ഈ കടാക്ഷം എഴുതിയിട്ടുണ്ട്, ദയനീയ അവസ്ഥയിൽ നിന്ന് ഉയർത്തുന്നു. ഒത്തിരി പേര് ഇവിടെ സങ്കടത്തോടെ വന്നിട്ട് പറയുന്നത് ഞങ്ങളുടെ അവസ്ഥയാ പറയുന്നത്. ദയനീയ അവസ്ഥ പറഞ്ഞവരോടൊക്കെ പറയാം, ആ അവസ്ഥയിൽ നിന്ന് ദൈവം നിന്നെ ഉയർത്തും. ആ അവസ്ഥയിൽ നിന്ന് എന്നെ, എന്റെ കുടുംബത്തെ ദൈവം ഉയർത്തും. എന്നിട്ട് എവിടം വരെ എത്തിക്കും? അനേകരെ. നിങ്ങളുടെ പള്ളിക്കാര്, പഞ്ചായത്തിലെ ആളുകൾ ഇല്ലേ, നമ്മുടെ നാട്ടുകാർ, പ്രിയപ്പെട്ടവർ, ബന്ധുമിത്രാദികൾ, അപ്പന്റെ വീട്ടുകാർ, അമ്മയുടെ വീട്ടുകാർ,
പള്ളിക്കാർ, ദേശക്കാർ, ആ പഞ്ചായത്തിലെ ആളുകൾ, അയൽവാസികൾ സകലരും വിസ്മയിപ്പിക്കുന്ന വിധത്തിൽ, അവരൊക്കെ അത്ഭുതപ്പെടുന്ന വിധത്തിൽ അവിടുന്ന് നിനക്ക് മാന്യമായ സ്ഥാനത്തെ നൽകും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് ദൈവത്തിന്റെ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 12-13 വാക്യങ്ങളാണ്. ഈ വചനത്തിന്റെ അനുഗ്രഹം ഇന്ന് നിങ്ങളുടെ മേലുണ്ടാകട്ടെ. ഈ വചനത്തിന്റെ അനുഗ്രഹം ഇന്ന് എല്ലാ മാതാപിതാക്കളുടെ മേലുണ്ടാകട്ടെ. ഈ വചനത്തിന്റെ അനുഗ്രഹം എല്ലാ യുവതി യുവാക്കളുടെ മേലുണ്ടാകട്ടെ. ഈ വചനത്തിന്റെ അനുഗ്രഹം ഇവിടെ പ്രാർത്ഥിക്കുന്ന സകല കുടുംബങ്ങളുടെ മേലുണ്ടാകട്ടെ. ദൈവത്തിന്റെ കടാക്ഷം, the favor of God, ദൈവത്തിന്റെ അനുകൂലത, ഹല്ലേലൂയ, അത് നിനക്ക് അനേകരെ വിസ്മയിപ്പിക്കുന്ന വിധത്തിൽ മാന്യസ്ഥാനം നിന്നെ അവഗണിച്ചവർ പരിഗണിക്കും. നിന്നെ കാത്തു നിൽക്കും കാണാൻ വേണ്ടി. നിന്റെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യും. പണ്ട് പറഞ്ഞത് മന്ദഗതിയാണ്, ബുദ്ധിയില്ല, ബലഹീന കഥാപാത്രമാ, എന്തു ചെയ്യും, മുന്നോട്ട് എങ്ങനെ ജീവിക്കും, ഇങ്ങനെയൊക്കെ പോയാൽ എന്ന് പറഞ്ഞവരെ പലരും വിസ്മയിപ്പിക്കും. ഹല്ലേലൂയ. ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ ചിലപ്പോൾ തോന്നുകയും അവർ ഭയങ്കര സ്ലോ ആണ്, അയ്യോ പഠിക്കാൻ കഴിവില്ല. അനേകരെ വിസ്മയിക്കുന്ന വിധത്തിൽ ദൈവത്തിന്റെ കടാക്ഷം വരും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, മാതാപിതാക്കളോടൊരു കാര്യം പറയാം. പണമല്ല മക്കളെ വളർത്താൻ ആദ്യം വേണ്ടത്, വീടല്ല വേണ്ടത്, ദൈവത്തിന്റെ കടാക്ഷമാണ്, ദൈവത്തിന്റെ കൃപയാണ് നിനക്ക് വേണ്ടത്. ആ കൃപയിലാണ് അനുഗ്രഹമുള്ള ഒരു തലമുറയെ നിനക്ക് എഴുന്നേൽപ്പിക്കാൻ കഴിയുകയോ. ഇനി ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ മക്കൾ അവർക്ക് മാന്യസ്ഥാനം ദൈവം തരുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് വരുന്നത് മാതാപിതാക്കൾക്കാണ്. ആരുടെ കൊച്ചായത്? ഇദ്ദേഹത്തിന്റെ അപ്പനാരാ, അമ്മയാരാ? ഇന്നയാളാ കേട്ടോ, ഈ കൊച്ചിന്റെ പിതാവാ നിൽക്കുന്ന, അപ്പനാ നിൽക്കുന്നത്. മക്കൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ അതിന്റെ മാന്യത മാതാപിതാക്കൾക്ക് കൂടിയാണ്. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാമോ? അവർ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നിൽക്കുമ്പോൾ അവരെ ഓർത്ത് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് മാതാപിതാക്കൾ അഭിമാനിക്കും. അവർക്ക് ചില മാന്യസ്ഥാനങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ ഇന്ന് ഇവിടെ ഒരു ജെനീഫർ എന്ന് പറയുന്ന ഒരു കൊച്ചു പാട്ട് പാടിയപ്പോൾ എത്രയോ അമ്മമാർ, എത്രയോ അപ്പച്ചന്മാർ ഓർത്തു കാണും, എന്റെ മകൾ അതേപോലെ ആയിരുന്നെങ്കിൽ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാളെ നല്ല രീതിയിൽ കാണുമ്പോൾ എനിക്ക് അതേപോലത്തെ ഒരു മകനായിരുന്നെങ്കിൽ, അതേപോലത്തെ ഒരു കഴിവ് എന്റെ കൊച്ചിന് കിട്ടിയായിരുന്നെങ്കിൽ. ഇതൊക്കെ എത്ര പേരുടെ മനസ്സിൽ കൂടി ഇങ്ങനെ കടന്നുപോയിട്ടുണ്ടെന്നറിയാം. ആരും ഒരു അക്ഷരം പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ മക്കൾ നിമിത്തം നിങ്ങൾ മാനിക്കപ്പെടണം. ബൈബിൾ പറയുന്നു, മാന്യമായ ഒരു സ്ഥാനം, ഒരു ഉയർന്ന സ്ഥാനം, അത് പള്ളിയിലായാലും പഞ്ചായത്തിലായാലും നാട്ടിലായാലും കുടുംബത്തിലായാലും ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും നിനക്ക് മാന്യമായ ഒരു സ്ഥാനം ദൈവം തരും. ഹല്ലേലൂയ. നല്ല മാർക്കൊക്കെ കിട്ടി ഒത്തിരി കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ ജയിച്ചിട്ടുണ്ട്, നല്ല വിജയം നേടിയിട്ടുണ്ട്. നല്ല മാർക്കോടെ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ മാർക്കൊക്കെ ലഭിച്ചവർ, നന്ദി പറഞ്ഞ് വിളിച്ചവർ, മെസ്സേജ് അയച്ചവരുണ്ട്. ദൈവം നിനക്ക് മാന്യമായ സ്ഥാനം കുടുംബക്കാരുടെ ഇടയിൽ നൽകുന്ന ഓരോ അനുഗ്രഹമാ. ഒരിക്കൽ കൂടി നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ഓർത്തേ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ വചനം ഏറ്റെടുത്തേ. കർത്താവേ, ഞങ്ങളുടെ അവസ്ഥ ദയനീയമാണ്, ദാരിദ്ര്യമാണ്, കടം കയറി തകർന്ന നിലയിലാണ്. ഇതെല്ലാം വിറ്റുപെറുക്കിയാലും തീരത്തില്ലാത്ത പ്രശ്നമുണ്ട്. എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ ബൈബിളിലെ വചനം എന്നോടും നിങ്ങളോടും പഠിപ്പിച്ചു തന്നൊരു വചനമുണ്ട്. ദയനീയ അവസ്ഥയിൽ നിന്ന് കുഞ്ഞെ ദൈവം നിന്നെ ഉയർത്തും. നിന്റെ വീടിന്റെ ഏത് സാഹചര്യത്തെ ഓർത്താ നീ ഇന്ന് നെഞ്ചു തല്ലി ഇങ്ങനെ കുഞ്ഞു കൂടി കരയുന്നത്? എന്റെ അവസ്ഥ ഇതാണല്ലോ, ഞാൻ ഇതാരോട് പറയും? ആ അവസ്ഥയെ നോക്കിയിട്ടാ ദൈവം നിന്നോട് പറഞ്ഞത്, നിനക്ക് ദൈവം മാന്യസ്ഥാനം നൽകും. എവിടെയായാലും നിനക്ക് മാന്യസ്ഥാനം നൽകും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവം മാന്യസ്ഥാനം നൽകട്ടെ. നിങ്ങളുടെ തലമുറകൾക്ക് ദൈവം അനുഗ്രഹത്തിന്റെ ഉയർച്ചകൾ തരട്ടെ. ഉയർന്ന സ്ഥാനങ്ങളിൽ, ഉയർന്ന പദവികളിൽ, നല്ല നല്ല
രാജ്യങ്ങളിൽ, നല്ല നല്ല സ്ഥലങ്ങളിൽ മാന്യതയോടെ നിൽക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട് ഉയർന്നു നിൽക്കുവാൻ, സാമർഥ്യമുള്ള ഒരു ഹൃദയത്തോടെ നിൽക്കുവാൻ, സാമർഥ്യമുള്ളവന്റെ മനസ്സോടെ നിൽക്കുവാൻ ഇടവരട്ടെ. ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം ഇരുന്നു കൊണ്ട് തന്നെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, മാന്യസ്ഥാനം നൽകണേ. പ്രാർത്ഥിച്ച്, കർത്താവേ, ഞങ്ങളുടെ ദാരിദ്ര്യം അകറ്റി മാന്യസ്ഥാനം നൽകണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിച്ച് ഞങ്ങൾക്കൊരു മാന്യസ്ഥാനം നൽകണമേ. വിദ്യാഭ്യാസത്തിൽ, അനുഗ്രഹത്തിൽ ഞങ്ങൾക്കൊരു മാന്യസ്ഥാനം നൽകണമേ. ഞങ്ങളുടെ ഇന്നത്തെ കുഴപ്പം നിറഞ്ഞ പ്രതിസന്ധികളെ മാറ്റി ഒരു മാന്യസ്ഥാനം ഞങ്ങൾക്ക് തരണമേ. ഈ അവസ്ഥയിൽ നിന്ന്, ദയനീയ അവസ്ഥയിൽ നിന്ന് ദൈവം നിന്നെ ഉയർത്തും. ദൈവം നിന്നെ ഉയർത്തും. ദൈവം നിന്നെ ഉയർത്തും. ദൈവം നിന്നെ മാനിക്കും. ഇതൊക്കെ പറയാനാ, ഇത് പറയാനാ യേശു എന്നെ പഠിപ്പിച്ചത്. ഇത് പറയാനാ യേശു എന്നെ പഠിപ്പിച്ചത്. ഇത് പറയാനോ യേശു എന്നെ നിയോഗിച്ചത്. ശാപം പറയാനല്ല, ബന്ധനം പറയാനല്ല ദൈവം എന്നെ പഠിപ്പിച്ചത്. അനുഗ്രഹം പറയാനാ ദൈവം എന്നെ പഠിപ്പിച്ചത്. അനുഗ്രഹം പറയാനും അനുഗ്രഹം പഠിപ്പിക്കാനാ ദൈവം എന്നെ നിയോഗിച്ചത്. നിന്റെ ഇടതുവശത്ത് 1000-ങ്ങളും വലതുവശത്ത് 10,000-ങ്ങളും വീണേക്കാം, എങ്കിലും നിനക്കൊരു അനർത്ഥവും വരികയില്ലെന്ന് പഠിപ്പിച്ചതാ ദൈവം. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, ക്രൂശിൽ കണ്ടു ഞാൻ നിന്റെ സ്നേഹത്തെ, ആഴമാർന്ന നിന്റെ മഹാത്യാഗത്തെ. കണ്ണുകളെ അടച്ച് ഇതൊന്ന് പാടുവാണ്. ഇത് പാടുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന ആ ദൈവത്തിന്റെ വലിയൊരു ഫേവർ, വലിയൊരു കടാക്ഷം, ഈ പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറഞ്ഞ ആ കടാക്ഷം എന്റെ മേൽ ഇന്ന് വരുന്ന ദിവസമാണ്. ഒന്ന് പറഞ്ഞേ, കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, പിന്നെയോ ആഴമാർന്ന ത്യാഗത്തെ, പകരം എന്തോ നൽകും ഞാനിനി, ചേർന്ന് ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ശബ്ദമുയർത്തി പറയാമോ? പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ, ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ക്രൂശിൽ കണ്ട സ്നേഹത്തിന്റെ മറ്റൊരു പേരാണ് നിത്യസ്നേഹം. നിത്യസ്നേഹം, നിത്യസ്നേഹം. ശവക്കല്ലറ വരെയുള്ള സ്നേഹമല്ല, സിമിത്തേരി വരെയുള്ള സ്നേഹമല്ല, നിന്റെ ആത്മാവ് നിത്യതയിലെത്തുന്നത് വരെയുള്ള സ്നേഹത്തിന്റെ പേരാണ് നിത്യസ്നേഹം. കരങ്ങളും ഈ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഉയർത്തിപ്പിടിച്ച് ഇന്ന് കേട്ട വചനം ഓർത്ത്, നിന്നെ ദയനീയ അവസ്ഥയിൽ നിന്ന്, ഈ വഴക്കുള്ള, ഈ അകൽച്ചയുള്ള, ഈ തകർന്നിരിക്കുന്ന, ഈ പരാജയപ്പെട്ട അവസ്ഥയിൽ നിന്ന് നിന്നെ ഉയർത്തുന്ന സ്നേഹത്തിന്റെ പേരാണ് നിത്യസ്നേഹം. ഇനി മന്ദഗതിക്കാരും ബലഹീനരും ദാരിദ്ര്യം പിടിച്ചവരുമാണെങ്കിലും ആ ദയനീയ അവസ്ഥയെ നിന്നെ ഉയർത്തുന്ന സ്നേഹമാണ് നിത്യസ്നേഹം. ആ സ്നേഹത്തെയാണ് ഞാൻ ക്രൂശിൽ കണ്ടത്. നിനക്ക് മാന്യമായ സ്ഥാനം, നിനക്ക് നിന്റെ ദയനീയ അവസ്ഥയെ ഉയർത്തി മാന്യസ്ഥാനം നൽകുന്ന സ്നേഹത്തിന്റെ പേരാണ് നിത്യസ്നേഹം. ഒരു ശബ്ദമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, അമ്മയേടും സ്നേഹത്തെ ലോകം നൽകിയിടും സ്നേഹത്തെ. കരങ്ങൾ താഴ്ത്തി പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന ഒത്തിരി പേര്, അല്ലെങ്കിൽ ചിലരെങ്കിലും, എനിക്ക് ആ രാജ്യത്ത് പോകാൻ പറ്റുമോ? നിനക്ക് ആ സ്ഥാനം ആഗ്രഹിച്ചത് നിന്റെ കയ്യിൽ തന്ന്
നിനക്ക് മാന്യമായൊരു സ്ഥാനം ദൈവം നൽകും. ഓ, ഞങ്ങളുടെ വീടൊക്കെ ജപ്തി ചെയ്ത് ഇറങ്ങിപ്പോയി നാണം കെട്ട് തലകുരിച്ച് വാടകയ്ക്ക് കിടക്കേണ്ടി വരുവോ? ഇല്ല. ആ സ്നേഹത്തെ കുറിച്ചാണ് ഇപ്പൊ പാടിയത്. അത് നിത്യ സ്നേഹമാണ്. അത് ഇച്ചിരി കടബാധ്യത വരുമ്പോ പിണങ്ങിപ്പോകുന്ന സ്നേഹമല്ല. അത് വഴിയിൽ ഉപേക്ഷിച്ചു പോകുന്ന സ്നേഹമല്ല. ഹല്ലേലൂയ. ദൈവവചനം കേട്ട് എവിടെയെങ്കിലും തോൽക്കാനിടയായാൽ, അല്ല തോറ്റു കൊടുക്കേണ്ടി വന്നാലും പേടിക്കേണ്ട കേട്ടോ. നിന്നെ തേടി ഒരു അനുഗ്രഹം വരുന്നൊരു സമയമുണ്ട്. അങ്ങനെയല്ല പറയണ്ടേ, നിന്നെ തേടി ഒരു അനുഗ്രഹം ദൈവം കൊണ്ടുവരും. ദൈവം കൊണ്ടുവരുമോടെ നിനക്കുള്ളൊരു അനുഗ്രഹം. എങ്ങനെയാണെന്നറിയോ? നമ്മളെ ചിലപ്പോൾ നീ എന്തോ ഒരു പൊട്ടനാടാന്ന് ചിലപ്പോ ചോദിക്കും. നിനക്ക് ബുദ്ധിയില്ലേ? നീ ചോറുണ്ണുന്നവനല്ലേ? ദൈവവചനം അനുസരിച്ചതിന്റെ പേരിൽ 2ാം സ്ഥാനത്തേക്ക് മാറേണ്ടി വന്നിട്ടുണ്ടോ? പേടിക്കുകയേ വേണ്ട. ദൈവവചനം അനുസരിച്ചതിന്റെ പേരിൽ 5ാം സ്ഥാനമായി പോയോ? ഡോണ്ട് വറി. ദൈവവചനം അനുസരിച്ചതിന്റെ പേരിൽ എന്റെ സ്ഥാനം 100ാമതായി. പേടിക്കണ്ട. ദൈവത്തിന്റെ ചില അനുഗ്രഹങ്ങൾ നിന്നെ തേടി വരും. അല്ല, നിന്നെയാ തേടി വരുന്നത്. എനിക്കൊരു കാര്യം ഇത് പറയാനുണ്ട്, ശരിക്കും പറയാനുണ്ട്. ചില ആളുകൾ ദൈവവചനം കേട്ടിട്ട് അനുസരിച്ച് അങ്ങ് തോറ്റുകൊടുക്കും. നാട്ടുകാർ പലരും നമ്മളെ, അത്ര അറിയാവുന്നവരൊക്കെ നമ്മളെ പറയും, അയാളൊരു പോങ്ങനാണ്, അയാളൊക്കെ ഒരു മനുഷ്യനാണോ, അയാൾ എന്തുവാ കാണിക്കുന്നത്. പലരുടെയും മുമ്പിൽ നമ്മളങ്ങ് വെറും മണ്ടനായി പോകും. ഒരു ഭർത്താവും ഭാര്യയുടെയും ജീവിതം ആദ്യം അങ്ങ് പറയാം. ആ വീട്ടിലെ ഭാര്യയാണ് ഇച്ചിരി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആ ഭർത്താവ് എന്തോ ആ പുള്ളിക്കാരത്തി പറയുന്നതിന്റെ താഴെയാണ് നിൽക്കുന്നത്. അടുത്തറിഞ്ഞ പലരും പറഞ്ഞു, നീയൊക്കെ ഒരു ഭർത്താവാണോടാ? ഇങ്ങനെയാണോ? പുള്ളിക്കാരത്തി അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കണ്ട. പുള്ളിക്കാരത്തി ഇച്ചിരി ആളാകുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച മനുഷ്യൻ പറഞ്ഞു, കുടുംബത്തിന് വേണ്ടി ദൈവവചനം കേട്ട് തോറ്റ് 2ാം സ്ഥാനമായി, 10ാം സ്ഥാനമായി, മക്കളുടെ മുമ്പിൽ സ്ഥാനം പോയി, ചില അറിയാവുന്നവരുടെ മുമ്പിൽ നാണം കെട്ടുപോയി. പേടിക്കണ്ട, നിന്നെ തേടി ഒരു അനുഗ്രഹം വരും. നിന്റെ വില നിന്റെ ഭാര്യ മനസ്സിലാക്കും എന്നൊരു മെസ്സേജ്. അപ്പൊ അയാളിങ്ങനെ കൈ കാണി ഇങ്ങനെ ചിന്തിച്ച്, എങ്ങനെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഞാൻ മരിച്ച് പെട്ടിയിലാക്കി കുഴിയിലാക്കി കഴിഞ്ഞായിരിക്കും. അയാൾ ഒത്തിരി ഉള്ളിൽ വിഷമിക്കുന്നു.